ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ തൊട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം ഒരു 2000 അടുപ്പിച്ചൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് വെച്ചേക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് സാധാ എടുക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ ലോയിലും കൂടെയാണ്. വെരി ഗുഡ്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടിയിട്ടുണ്ട്. 4000, 4500, 5000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് 4000, 3000 അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റമാണ് മേളിലേക്ക് കിട്ടുന്നത്. ഇനി ഒരു സ്പൈക്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാതിരിക്കേണ്ട. ഒരു 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 299 ആണ്. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയത് 249 ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 6000 പ്ലസ് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വയ്ക്കുക. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 3500, 3000, 4000 അടുപ്പിച്ചുള്ളൊരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ എത്തും. നമ്മളുടെ നല്ലൊരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. അപ്പോൾ ഒരുപാട് പേര്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് നമ്മളോട് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യത്തെ പറ്റി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഞാനതിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിപ്ലൈ തരാൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഒരാൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഇതായിട്ടേ വന്ന് കിടക്കുകയുള്ളൂ, റിക്വസ്റ്റായിട്ടേ വന്ന് കിടക്കുകയുള്ളൂ. അത് പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷനൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായിട്ട് റിപ്ലൈ തരുമ്പോൾ അല്ലെങ്കിൽ ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ വേറൊന്നും വിചാരിക്കരുത്. ലേറ്റായിട്ട് റിപ്ലൈ തരാനുള്ള കാര്യം മറ്റുള്ള ജോലികളും എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനിത് കാണുമ്പോഴാണ് റിപ്ലൈ എടുത്ത് തരുന്നത്. ഇപ്പോൾ ഒരു 273 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. 4500, 5700, ഒരു 6000 കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം. എഗെയിൻ 5700 വരെ കാണിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുക്കാം. വേറൊന്നുമല്ല, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു 80% അച്ചീവ് ചെയ്താൽ. അപ്പം ഈ ഒരു ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 8000 പ്ലസിൻ്റെ ഒരു ടാർഗറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു 80% എന്ന് പറയുമ്പോൾ ഒരു 60 എങ്കിലും മീൻസ് 6000 എങ്കിലും വരണം. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ വെറുതെ ട്രെയിൽ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഒരു 4300, 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് കാണുമ്പോൾ അതിൻ്റെ റിപ്ലൈ തന്നോളാം. അപ്പം റിപ്ലൈ തരാൻ ഇച്ചിരി ലേറ്റ് ആയാൽ അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് നമ്മളുടെ ജോലിയുടെ തിരക്കും അതും കൂടെ വച്ചിട്ട് ആയിരിക്കും. അപ്പോൾ ഇച്ചിരി ഡിലേ വന്നാലും ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പം ഇന്നലത്തെ ട്രേഡിൽ ഒരാൾ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ബോട്ടം എങ്ങനെയാണ് നിങ്ങൾ ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെയാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന്. അതും കൂടെ ഞാനത് കഴിഞ്ഞപ്പോൾ വീഡിയോ പുള്ളിയുടെ കമൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാനത് വരച്ച് കാണിക്കാൻ എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ. വളരെ വിസിബിളായിട്ട് തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അവിടെ കാണുന്നുണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു 5000 പിന്നെ അതിൻ്റെ അകത്ത് കയറി ഞാൻ വരച്ച് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഇന്നത്തെ ട്രേഡ് കഴിയുമ്പോൾ പുള്ളി ഇന്നലെ ആളെനിക്ക് മെസ്സേജ് ഇട്ടതിൽ ഞാൻ സ്ക്രീൻഷോട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എനിവേസ്, ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 43 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ അവിടുത്തെ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ഇന്നലത്തെ ട്രേഡ് പോലെ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ്, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു ക്യാൻഡിലിൻ്റെ ക്ലോസ്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ഏതായാലും നമ്മൾ ട്രെയിൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളുടെ ഒരു ഡിസൈഡ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഒരു 6000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ ഒന്ന് ട്രെയിൽ ചെയ്യാം എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോസ്റ്റിൽ തന്നെ ഇറങ്ങേണ്ടി വരും. ഇന്നിപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഈ ഒരു ട്രേഡേ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഉച്ച കഴിഞ്ഞ് ഇച്ചിരി ബിസിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്. അപ്പോൾ അതിന് പോകണമെങ്കിൽ പിന്നെ ട്രേഡ് എടുത്താൽ പിന്നെ ശരിയാവില്ല. അപ്പോൾ ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു ഒറ്റ ട്രേഡായിരിക്കും. നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 32 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 28
ഈ ഒരു ഏരിയയിൽ നിന്നൊരു നമ്മളുടെ ഒരു 56,250 അതൊരു ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു 56,000 ഒരു റൗണ്ട് നമ്പറായിട്ട്. ഇപ്പോഴൊക്കെ മാർക്കറ്റ് കാണുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 56 220 250 500 അങ്ങനെയൊക്കെ തന്നെ മാർക്കറ്റിലൊരു റിജക്ഷനൊക്കെ വരുന്ന ഒരു അതിനെയൊക്കെ മാർക്കറ്റ് ആക്ച്വലി ഒരു റൗണ്ട് നമ്പറായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ഇപ്പോൾ റിജക്ഷനൊക്കെ വരുന്നത് കാണാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ക്ലാസ് വയ്ക്കുന്നതിനെ പറ്റിയാണ്. ഒരുപാട് പേര് ഞങ്ങൾക്കും ഇത് പഠിക്കണം. അപ്പോൾ നമ്മൾ ബേസിക്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ക്ലാസ് വെച്ചായിരുന്നു. അതിൻ്റെ അകത്ത് വലിയൊരു പാർട്ടിസിപ്പേഷൻ ഒന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്ന ഒരു 8-10 പേരൊക്കെ മാക്സിമം അതിൻ്റെ അകത്ത് പങ്കെടുത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക്, അപ്പോൾ എനിക്ക് മനസ്സിലായത് ആൾക്കാർക്കൊന്നും ബേസിക്സ് പഠിക്കാൻ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു കാര്യം പറയാമായിരുന്നത്. ഒരുപാട് പേര് ഇത് താല്പര്യമായിട്ടും അവർക്കൊക്കെ പഠിക്കണം. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതെല്ലാവരും പൈസ മേടിച്ചിട്ടാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ തിരക്കുകൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെയും കൂടെ സമയം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് വന്ന് എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ആൾക്കാർക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ആണെന്ന് കണ്ടാൽ നമുക്ക് ചെയ്യാം, നോ ഇഷ്യൂ. ഓക്കെ, 6,000+ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റ് തിരികുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ്. ഇപ്പോൾ നമുക്കൊരു ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു 249.56 നമുക്കൊരു 5 പോയിൻറ്റ്സ് ഒരു 255 വല്ലതും കൊണ്ട് വെച്ചിട്ട് മാർക്കറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 7,288 ആണ് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 299. നമ്മളുടെ ടാർഗറ്റ് ബുക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 299 ആണ്. ഒരു 8,000 + 8,500 അടുപ്പിച്ചാണ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ ടെൻഷനില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് ഇനിയിപ്പോൾ മേളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നു, ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നല്ല ഒരു റെഡ് ക്യാൻഡിലായി റിജക്ഷൻ ക്യാൻഡിലായിട്ട് വന്നായിരുന്നു. അതിപ്പോൾ ഒരു മേളിലേക്ക് തന്നെ അത്യാവശ്യം ഒരു ഹാമർ ക്യാൻഡിലായിട്ട് തന്നെ ഒരു ഫോം ചെയ്യുന്നുണ്ട്. ഇനിയും 1 മിനിറ്റോളം ക്യാൻഡിലിൻ്റെ ക്ലോസിന് ഏകദേശം ഇനിയും ഒരു 1 മിനിറ്റോളം ബാക്കിയുണ്ട്. മാർക്കറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 7,000+ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. കുറഞ്ഞ് എഗെയിൻ 6,700 6,500 7,000 വെരി ഗുഡ് 7,900 ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ്. 295 296 299 ആണ് നമ്മളുടെ ടാർഗറ്റ്. 295 90 95 നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഇത്രയും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുമെന്ന്. ഈ ഒരു ഏരിയ ആണ് ഭയങ്കര 284. വീണ്ടും നോക്കി 295 കഴിഞ്ഞിട്ട് തിരിച്ചവിടെ നിന്ന് വീണ്ടും 285. അത്രയും പേഷ്യൻസോടെ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അഗെയിൻ 8,000 പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയതായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും തിരിഞ്ഞ് താഴത്തോട്ട് വരുന്നത്. 299 ആണ് നമ്മളുടെ ടാർഗറ്റ് ബുക്കിംഗ്. ഫൈൻ 8,300 നോക്കാം ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 8,600 പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മളുടെ ഇന്നത്തെ ട്രേഡും വളരെ സിമ്പിൾ ലോജിക്കൽ നമ്മളെടുത്ത ഒരു ട്രേഡായിരുന്നു. മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയതിനു ശേഷം താഴത്തോട്ട് ഫോളോ ചെയ്തു. പിന്നെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. ആ സൈഡ് വൈസ് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ട് കിട്ടി. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ട് ഇവിടെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചാൽ, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഒരുപാട് പ്രാവശ്യം വന്ന് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുമെന്ന് വിചാരിച്ച് ഒരുപാട് പേര് അവിടെ സെൽ എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഈ ആദ്യം കാണിച്ച പോലത്തെ ആദ്യം ഡ്രോ ചെയ്ത് വെച്ചത് ഈ ഒരു ട്രെൻഡ് ലൈൻ, അത് മര്യാദയ്ക്ക് ഡ്രോ ചെയ്താൽ മതി. ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ ബ്രേക്ക് ഔട്ട് ചെയ്ത് മേളിലേക്ക് പോയി ആ ഒരു ക്യാൻഡിലിൻ്റെ തന്നെ ഹൈയെ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആ ക്യാൻഡിലിൻ്റെ ലോ ആയിരുന്നു സ്റ്റോപ്പ് ലോസും വെച്ചിരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ്
ജസ്റ്റ് വളരെ സിമ്പിൾ ആയ ഒരു ട്രേഡായിരുന്നു. പിന്നെ കുറേ പേര് ഇന്നലത്തെ ആ ഒരു പാറ്റേണും കൂടെ വേണമെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. കാരണം അത് ഞാൻ ഡ്രോ ചെയ്യാൻ വിട്ടുപോയതാണ്. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നലെ നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്ത ഈ ഒരു പോർഷനായിരുന്നു. അതേപോലെ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലുതാക്കിയാൽ ഇച്ചിരിയും കൂടെ വിസിബിൾ ആയിരിക്കും. ഇവിടെ ഈ ഒരു പാറ്റേണിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പം കണ്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എക്സാക്ട്ലി വേണമെങ്കിൽ ഒന്നും കൂടെ എക്സാക്ട്ലി ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഈ പാറ്റേണിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് എല്ലാവരുടെയും ചാനലുകളിലുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു. ബ്രേക്ക് ഔട്ടിൽ സിമ്പിൾ ട്രേഡായിരുന്നു. നമ്മളുടെ ടാർഗറ്റ് ഇന്നലെ ബുക്ക് ചെയ്തു. ഇന്ന് നമ്മൾ ഒരു ട്രേഡിൽ ബ്രേക്ക് ഔട്ട് ട്രേഡിലാണ് ബുക്ക് ചെയ്തത്. ഇന്നിപ്പോൾ ഓവറോൾ ഒരു 8,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.